തട്ടിൽ സിലിണ്ടർ വിതരണം സുലഭമാക്കാൻ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റികൾക്ക് രൂപം നൽകിയെന്ന് കേന്ദ്ര സർക്കാർ. പൂഴ്ത്തിവയ്പ്പുകൾക്കെതിരെ കർശന നടപടി തുടരുന്നതായും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. അതേസമയം ദൗർലഭ്യമെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ നൽകിയ ദൃശ്യങ്ങൾ വീണ്ടും പ്രചരിപ്പിക്കരുതെന്ന് മാധ്യമങ്ങൾക്കും സമൂഹമാധ്യമ അക്കൌണ്ട് കൈകാര്യം ചെയ്യുന്നവർക്കും മുന്നറിയിപ്പുണ്ട്. ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുവെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. YS അഭിനന്ദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിനന്ദ, ജനങ്ങൾക്കറിയേണ്ടത് ഇതിനൊരു പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകുമോ, ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമുണ്ടാകുമോ എന്നുള്ളതാണ്. തീർച്ചയായും അത് തന്നെയാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. പക്ഷേ മാധ്യമങ്ങളിലൂടെ ചില അടിസ്ഥാനരഹിതമായ വാർത്തകൾ നൽകുന്നു എന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. ഇത്തരത്തിലേക്ക് ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം വന്നത് വീണ്ടും പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നു. അത്തരത്തിലുള്ള ഒരു കാര്യം ശരിയല്ല എന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ചില വാർത്തകൾ അത് ഇപ്പോഴത്തെ ഡേറ്റും സമയവും നൽകുന്നു. ഇത് ദില്ലിയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പാനിക് ബുക്കിങ്ങിലേക്ക് നയിക്കുന്നു. വലിയ രീതിയിലുള്ള പാനിക് ബുക്കിംഗ് പല ഭാഗങ്ങളിലും നടക്കുന്നുവെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലേക്കുള്ള ഒരു രീതി അത് ശരിയല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം ഇപ്പോൾ ബുക്കിംഗിന്റെ എണ്ണം കൂടുതലാണ്. ഗാർഹിക സിലിണ്ടറുകൾ എത്തിച്ചു കൊടുക്കാനുള്ള നടപടികൾ തുടരുന്നതായും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നു. ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റികൾ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുണ്ട്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൃത്യമായി സിലിണ്ടറുകൾ എത്തിക്കാനായിട്ടൊരു ഇടപെടൽ അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടരുകയാണ്. മറ്റൊരു തരത്തിലുള്ള പ്രതിസന്ധിയുമില്ല എന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ മാധ്യമങ്ങൾക്കും ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലെ ചില അക്കൗണ്ടുകൾക്കുമാണ് ഇപ്പോൾ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ഒപ്പം തന്നെ ചില അടിസ്ഥാനരഹിതമായ വാർത്തകൾ നൽകി ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കരുത് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ശ്രദ്ധിക്കണമെന്നും പറയുന്നു. മറ്റൊരു തരത്തിലുള്ള പ്രതിസന്ധിയില്ല എന്ന് ആവർത്തിക്കുമ്പോഴും ബാംഗ്ലൂരു, മുംബൈ തുടങ്ങിയിട്ടുള്ള മെട്രോ സിറ്റികളിൽ ഇപ്പോഴും ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. 40% ഹോട്ടലുകൾ അടച്ചുപൂട്ടിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതിനിടയിലാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം മാധ്യമങ്ങൾക്കും സമൂഹ മാധ്യമങ്ങൾക്കും മുന്നറിയിപ്പുമായി എത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രുതി, എന്തായാലും ഒരു വശത്ത് സിലിണ്ടർ കിട്ടാനില്ലാത്ത അവസ്ഥയുണ്ട്. പലയിടത്തും ഹോട്ടലുകളടക്കം കേരളത്തിലടക്കം അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം